പ്രേമത്തിൽ ബർക്കത്തില്ല. പ്രേമത്തിൽ ബർക്കത്തില്ല. ഒരു പെണ്ണും ഒരു ചെറുക്കനും പ്രേമിക്കുക എന്ന് പറയുന്നത് സാധാരണമാണ്, ഒരു പ്രകൃതി തത്വമാണ്. പക്ഷെ അതിൽ നിന്നും മാറി നിൽക്കാനുള്ള ഒരു ഈമാൻ, ഒരു കരുത്ത് എനിക്കും നിങ്ങൾക്കും വേണം. അല്ലാഹു കാത്ത്. ചില ചെറുപ്പക്കാരൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കണ. ഇൻസ്റ്റാഗ്രാമില് തേപ്പ് കിട്ടിയവരാ കൂടുതൽ. ഉസ്താദെ ഹോൾ എന്നെ തേച്ചിട്ട് പോയി ഉസ്താദെ ദുആ ചെയ്യണം. എന്താ പറയണേ? ഹോൾ എന്നെ തേച്ചിട്ട് പോയി ഉസ്താദ് ദുആ ചെയ്യണം. ഇൻസ്റ്റാഗ്രാമിൽ ചില ചെറുപ്പക്കാർ മെസ്സേജ് അയക്കണം. ഉസ്താദെ എനിക്ക് ആ പെണ്ണിന്റെ ഇഷ്ടം ഉസ്താദെ, ഓളുടെ വാപ്പനെ കെട്ടിച്ചു തന്നെ ഉസ്താദ്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. മോനെ, നിനക്കൊരു വയസ്സാകുമ്പോ 25, 24, 26 വയസ്സൊക്കെ ആകുമ്പോ, നീ ഇവിടെ 23 വയസ്സാണെങ്കിൽ നിങ്ങൾക്ക് പ്രായമാകുമ്പോ നിങ്ങളുടെ വാപ്പയും ഉമ്മയും നിങ്ങൾക്ക് നല്ലൊരു വിവാഹാലോചന കൊടുത്തരും. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. പിന്നെ ചില ആളുകൾ പറയണ ഉസ്താദെ ഓൾ എനിക്ക് സ്നേഹം തന്നു പറ്റിച്ചു ഉസ്താദെ. എന്താ പറയണേ? ഓൾ എനിക്ക് സ്നേഹം തന്നു പറ്റിച്ചു ഉസ്താദെ. ഓൾക്ക് ഞാൻ മാല വാങ്ങിച്ചു കൊടുത്തു, കുപ്പിവള വാങ്ങിച്ചു കൊടുത്തു, പാദസരം വാങ്ങിച്ചു കൊടുത്തു, ഹിജാബ് വാങ്ങിച്ചു കൊടുത്തു, പർദ്ദ വാങ്ങിച്ചു കൊടുത്തു. അവസാനം ഓള് ഗൾഫുകാരനെ കണ്ടപ്പോ എന്നെ പറ്റിച്ചിട്ടോള് പോയി ഉസ്താദയുടെ പോട്ടെന്ന് വെക്കണം. ഓളുടെ മുമ്പിൽ ജീവിച്ച് കാണിക്കാനുള്ള തന്റെ ഇടം കാണിക്കേണ്ട. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. ഞാൻ പറയണത് പ്രേമം സർവ്വസാധാരണമാണ്. പക്ഷെ അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു കരുത്ത്, ഒരു ഈമാൻ, ഒരു ആവേശം നമുക്ക് വേണം. അല്ലാഹു കാത്തിരിക്കട്ടെ. പ്രേമത്തിൽ ബർക്കത്തില്ല. ഇന്ന് നാളെ പറയേണ്ട ഉസ്താദ് പ്രേമത്തിനെ സപ്പോർട്ട് ചെയ്ത് പോയെന്ന്. പ്രേമത്തിൽ ബർക്കത്തില്ല.